ആദം റയാൻ എന്ന് പറയുന്ന 16-കാരൻ ആത്മഹത്യ ചെയ്തു. കാലിഫോർണിയയിൽ നിന്നുള്ളതാണ് ഈ വാർത്ത. ChatGPTയോട് വിശദമായി എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമായിരുന്നു ആത്മഹത്യ. ഇത്തരം ഡിവൈസിനടിപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്ന വാർത്ത ദൂരദിക്കിൽ നിന്ന് മാത്രമല്ല മലയാളക്കരയിൽ നിന്നും ഈ അടുത്തായി പലപ്പോഴും നാം കേട്ടുവരുന്നു. കൗൺസിലിങ്ങിൻ്റെ ഭാഗമായി എൻ്റെ ഇൻറ്റേൺഷിപ്പ് പൂർത്തിയാക്കിയത് മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ വെച്ചായിരുന്നു. അവിടേക്ക് ഡ്രഗ്സിനടിപ്പെട്ട കുട്ടികളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി കൊണ്ടുവരുന്നത് പോലെ തന്നെ ചില ഡിവൈസുകൾക്ക്, മൊബൈൽ ഫോണിനും ലാപ്ടോപ്പിനും കമ്പ്യൂട്ടറിനും അടിപ്പെട്ട കുട്ടികളെ, ഇൻ്റർനെറ്റിന് അഡിക്റ്റഡായ കുട്ടികളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ അവർ കാട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങൾ കണ്ട് പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ആധുനികമായ ഇത്തരം സംവിധാനങ്ങൾ, മൊബൈൽ ഫോൺ ആയിരിക്കട്ടെ, ഇൻ്റർനെറ്റ് ആയിരിക്കട്ടെ, ലാപ്ടോപ്പും കമ്പ്യൂട്ടർ സംവിധാനങ്ങളുമായിരിക്കട്ടെ, നമ്മുടെ മക്കൾ തീർച്ചയായിട്ടും അതിന് ഉപയോഗപ്പെടുത്തട്ടെ ഒരു പോസിറ്റീവായ നിലക്ക്. പക്ഷേ ജെമിനിയും ChatGPTയും അതേപോലെ തന്നെ സെർച്ച് എഞ്ചിനുകളും അവർ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ബോധം രക്ഷിതാക്കളായ നമ്മൾക്കില്ല എങ്കിൽ പലപ്പോഴും അതിൽ നഷ്ടം സംഭവിക്കുക നമുക്കും നമ്മുടെ കുടുംബത്തിനുമായിരിക്കും. എവിടേക്കാണ് അവർ പോകുന്നത്, എന്താണ് അവർ ചെയ്യുന്നത്, ഏത് രീതിയിലാണ് ഇത്തരം ഡിവൈസുകൾക്ക് മുൻപിൽ അവർ സമയം ചെലവഴിക്കുന്നത്, പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ എന്നുള്ള ഒരു മേൽനോട്ട് വഹിക്കുവാൻ രക്ഷിതാക്കളായി നമുക്ക് സാധിക്കണം. കൃത്യമായി അവർക്കൊരു ഗൈഡൻസ് നൽകുവാൻ, അവർ വഴിതെറ്റുമ്പോൾ ശരിയായ രീതിയിൽ എങ്ങനെയാണ് ഇത്തരം ഡിവൈസുകൾ ഉപയോഗിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുവാനുള്ള രക്ഷിതാക്കളുടെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരിക്കലും മൊബൈൽ ഫോണും സംവിധാനങ്ങളും അവരുടെ മുമ്പിൽ അടച്ചു വെക്കുകയോ തടഞ്ഞു വെക്കുകയോ അല്ല. നാം അത് നൽകിയിട്ടില്ലെങ്കിലും നമ്മുടെ മക്കൾക്കത് ലഭിക്കുവാൻ എമ്പാടും അവസരങ്ങളുണ്ട്. രക്ഷിതാവിൻ്റെ ഉത്തരവാദിത്തം അതിന് തടസ്സം നിൽക്കലല്ല, മറിച്ച് പോസിറ്റീവായി ഒരു നല്ല ആയുധമായി അവൻ്റെ വ്യക്തിത്വത്തിനും വൈജ്ഞാനിക മേഖലയ്ക്കും വളർച്ചയുണ്ടാക്കുന്ന രീതിയിൽ എങ്ങനെ അത് ഉപയോഗിക്കാം എന്ന് മക്കളെ പഠിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ ഇത്തരം രംഗത്തുള്ള സാക്ഷരത എന്ന് പറയുന്നത്. നമ്മുടെ മക്കൾ ഇത്തരം ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് വഴിതെറ്റാതിരിക്കട്ടെ, ശരിയായ വഴിയിലേക്ക് കരുത്തോടെ നടക്കുവാൻ ഇത്തരം സാധ്യതകൾ ഉപയോഗപ്പെടുത്തുവാൻ അവർക്ക് സാധിക്കുമാറാവട്ടെ.